ഹലോ ഫ്രണ്ട്സ്, അടുത്ത ദിവസം 10th പ്രിലിംസ് അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ആണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2025-26 ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. മാർക്ക് ഉറപ്പാണ് ഈ ഒരു ക്ലാസ്സിൽ നിന്ന്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നോക്കാം പ്രധാന പുരസ്കാരങ്ങൾ 2025-26. ഇപ്പൊ 2025-26 പ്രധാന പുരസ്കാരങ്ങൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപിള്ളയാണ്. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം എന്താണ്? സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ പഠിച്ചു വെക്കണം. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. ഇനി 2024 പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. ഒന്നുകൂടെ പറയാം, 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനും 2025 ലേറ്റസ്റ്റ് ആണ്. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ്. മറക്കരുത്. അടുത്ത പോയിന്റ്, 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? സന്തോഷ് കുമാറാണ് കേട്ടോ. സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛനാണ് കേട്ടോ. അതൊരു നോവലാണ്, തപോമയുടെ അച്ഛൻ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവാണ് സന്തോഷ് കുമാർ. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. അടുത്ത നോക്കാം, 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? അശോകൻ ചരുവിലാണ്. കൃതി കാട്ടൂർ കടവാണ് കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചോണേ. 2024 48ാമത് വയലാർ പുരസ്കാര ജേതാവ് അശോകൻ ചരുവിലും കൃതി കാട്ടൂർ കടവും. 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാറും. കൃതി ഏതാണ്? തപോമയുടെ അച്ഛനും. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് പോവാം. ഓക്കെ, അടുത്തത് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? M മുകുന്ദനാണ് കേട്ടോ. സാഹിത്യകാരനായിട്ടുള്ള M മുകുന്ദനാണ്. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണേ. ലേറ്റസ്റ്റ് ആണ്. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? M മുകുന്ദൻ. ഇനി 2025 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്കാണ് കേട്ടോ. കണക്ട് ചെയ്തോണേ. 2025 നോട്ട് ചെയ്തോണം. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയും 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? M മുകുന്ദനുമാണ് കേട്ടോ. 2026 ONV ആണ് M മുകുന്ദൻ. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലോട്ട് പോവാണ്. അടുത്തത് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? EP രാജഗോപാലനാണ് കേട്ടോ. EP രാജഗോപാലനാണ്. ഇദ്ദേഹം ഒരു സാഹിത്യ വിമർശകനാണ്. EP രാജഗോപാലൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? സാഹിത്യ വിമർശന ഗ്രന്ഥമായിട്ടുള്ള ഉൾക്കഥ എന്ന് പറഞ്ഞ കൃതിക്കാണ്, സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഓടക്കുഴൽ അവാർഡ് 2025 ലഭിച്ചത്. ഒന്നുകൂടെ പറയാം, 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലൻ. കൃതി ഏതാണ്? ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥമാണ്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി K അരവിന്ദാക്ഷനാണ് കേട്ടോ. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ്? K അരവിന്ദാക്ഷൻ. കൃതി ഗോപയാണ് കേട്ടോ. കൃതി ഏതാണ്? ഗോപ. അപ്പൊ പഠിച്ചു വെക്കണം. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. കൃതി ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി K അരവിന്ദാക്ഷൻ. കൃതി ഗോപ. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? തിരുവിഴ ജയശങ്കർ ആണ് കേട്ടോ. തിരുവിഴ ജയശങ്കർ ആണ്. ഇദ്ദേഹം ഒരു നാഗസ്വര വിദ്വാനാണ് കേട്ടോ. നാഗസ്വര വിദ്വാനാണ്. പഠിച്ചു നോക്കണേ. 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? തിരുവിഴ ജയശങ്കർ ആണ്. ഇദ്ദേഹം നാഗസ്വര വിദ്വാനാണ്. ഇനി 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. നമ്മുടെ പാട്ടുകളൊക്കെ എഴുതുന്ന വ്യക്തിയാണ്. ലിറിസിസ്റ്റ് ആണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കേട്ടോ. പഠിച്ചു വെക്കണേ. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്ത പോയിന്റ്,
2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി സേതുവാണ്. 2026 നോട്ട് ചെയ്തോണേ. 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി സേതുവാണ്. സേതു. ഇനി 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി KP സുധീരയാണ് കേട്ടോ. അപ്പൊ 2025 തകഴി സാഹിത്യ പുരസ്കാരം KP സുധീര. 2026 തകഴി സാഹിത്യ പുരസ്കാരം സേതു ആണ് കേട്ടോ. സേതു കണക്ട് ചെയ്തോണേ. തകഴി 2026 സേതു, തകഴി 2025 KP സുധീര. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്. 2026 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അവാർഡാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ പഠിക്കണം. 2026 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ഏഴാച്ചേരി രാമചന്ദ്രൻ. 2025 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? M ലീലാവതിയാണ്. അപ്പം 2025 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം M ലീലാവതിയും 2026 കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഏഴാച്ചേരി രാമചന്ദ്രനും ആണ്. അടുത്ത പോയിന്റ്. 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി വൈക്കം രാമചന്ദ്രനാണ് കേട്ടോ. 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? വൈക്കം രാമചന്ദ്രൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി KP ശങ്കരനാണ് കേട്ടോ. KP ശങ്കരൻ. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? R വൈരമുത്തുവിനാണ് കേട്ടോ. R വൈരമുത്തുവാണ്. നമുക്കറിയാം R വൈരമുത്തു എന്ന് പറഞ്ഞ ഒരു തമിഴ് കവിയാണ് R വൈരമുത്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം തമിഴിലെ സാഹിത്യകാരൻ കൂടിയാണ് R വൈരമുത്തു കേട്ടോ. പഠിച്ചു നോക്കണേ. 2025 ആണ്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി R വൈരമുത്തുവാണ്. 2024 59ാമത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച വ്യക്തി വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ. വിനോദ് കുമാർ ശുക്ല. രണ്ട് തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചോണേ. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി വിനോദ് കുമാർ ശുക്ല. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി R വൈരമുത്തുവാണ് കേട്ടോ. R വൈരമുത്തുവാണ്. തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട്ടിലെ കവിയുമാണ് R വൈരമുത്തു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത പോയിന്റിലോട്ട് പോവാം. 2023 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? നമ്മുടെ മോഹൻലാലാണ്. നമുക്കറിയാം. പക്ഷെ പരീക്ഷയ്ക്ക് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തരാൻ സാധ്യതയുണ്ട്. 2025 എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് മോഹൻലാലിന് അടുത്തിടെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഏത് വർഷത്തെ അവാർഡാണ് ലഭിച്ചതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് 2025 ഒക്കെ തന്നെന്ന് വരാം കേട്ടോ. അപ്പൊ 2025 പ്രഖ്യാപിച്ചത്. പക്ഷെ 2023 അവാർഡായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോണം. 2023 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് മോഹൻലാൽ. 2022 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തി മിഥുൻ ചക്രവർത്തിയാണ് കേട്ടോ. 2022 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് മിഥുൻ ചക്രവർത്തി. 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ് കേട്ടോ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. ഇനി 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി സാറാ ജോസഫാണ്. 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി സാറാ ജോസഫാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശാരദയാണ് കേട്ടോ. പഴയ സിനിമ നടിയായിട്ടുള്ള ശാരദയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശാരദയാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ഷാജി N കരുൺ ആണ് കേട്ടോ. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ഷാജി N കരുൺ ആണ്. കഴിഞ്ഞ 2025 ഷാജി N കരുൺ അന്തരിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചിലപ്പം എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ഷാജി N കരുൺ. 2024 JC ഡാനിയൽ ആണ് ചോദിക്കുന്നതെങ്കിൽ ശാരദയുമാണ് കേട്ടോ. ഷാജി N കരുൺ അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ്. അടുത്ത പോയിന്റ്. മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് ലഭിച്ചു കേട്ടോ. അപ്പോൾ മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. ഏതാണ് ആ ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത പോയിന്റ്.
2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി ഡോക്ടർ ടെസി തോമസ് ആണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ ടെസി തോമസ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി ഡോക്ടർ എസ് സോമനാഥ് ആണ് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്തോണേ. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി എസ് സോമനാഥും 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച വ്യക്തി ഡോക്ടർ ടെസി തോമസുമാണ്. മലയാറ്റൂർ ട്രസ്റ്റിന്റെ 18ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഇ സന്തോഷ് കുമാറിനാണ്. കൃതി തപോമയുടെ അച്ഛൻ എന്ന് പറഞ്ഞ കൃതിക്കാണ് കേട്ടോ. നമ്മുടെ വയലാർ പുരസ്കാരം ലഭിച്ച ആള് തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 മലയാളം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരനാണ് കേട്ടോ. എൻ പ്രഭാകരൻ. കൃതി ഏതാണ്? മായാമനുഷ്യരാണ് കേട്ടോ. മായാമനുഷ്യർ നോബൽ വിഭാഗത്തിലാണ്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 മലയാളം വിഭാഗത്തിൽ, അതായത് മലയാളം നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എൻ പ്രഭാകരൻ. എൻ പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന് പറഞ്ഞ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ്. കൃതി ഏതാണ്? നോവൽ. കൃതി ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ കൃതിയാണ് കേട്ടോ. അപ്പൊ യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ അഖിൽ പി ധർമ്മജൻ, കൃതി റാം കെയർ ഓഫ് ആനന്ദിയാണ്. ഇനി ബാലസാഹിത്യ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ് കേട്ടോ. ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. കൃതി പെൻഗിനുകളുടെ വൻകരയിൽ എന്ന് പറഞ്ഞ നോവലിനാണ്. അപ്പൊ കണക്ട് ചെയ്തോണെ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് എൻ പ്രഭാകരൻ, കൃതി മായാമനുഷ്യർ. യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് അഖിൽ പി ധർമ്മജൻ, കൃതി റാം കെയർ ഓഫ് ആനന്ദി. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ശ്രീജിത്ത് മൂത്തേടത്തിനും. നോവൽ ഏതാണ്? പെൻഗിനുകളുടെ വൻകരയിൽ എന്ന് പറഞ്ഞ നോവലുമാണ് കേട്ടോ. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ വാട്സാപ്പിലും ടെലഗ്രാമിലുമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഒരു ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു ബാച്ചാണ്. നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ബാച്ചിൽ കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സുകളും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, ഇപ്പോൾ ക്ലാസ് ഒരു ലൈവ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ടെലഗ്രാമിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നതാണ്. അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആണ്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ നോട്ടും അതോടൊപ്പം തന്നെ ക്ലാസ്സും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഇതിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസും അതുപോലെ ക്ലാസ്സസും ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷനും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരെ ആയിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്, സെപ്റ്റംബർ മാസം. പക്ഷേ എന്നിരുന്നാലും ഇനി വരുന്ന 10th പ്രിലിംസ് അതോടൊപ്പം തന്നെ 10th മെയിൻസ്, VFA പോലുള്ള പരീക്ഷകൾ, LP UP, അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷ എന്നീ പരീക്ഷകൾക്കൊക്കെ നമ്മുടെ ഈ ഒരു ബാച്ചിലെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ പ്രയോജനപ്രദമാകുന്ന മെറ്റീരിയൽസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതായിരിക്കും. ഇപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ പക്കയാക്കി തരുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശത്തോളം 100-ലധികം പേരോളം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ വിശ്വസിച്ച് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യൂ. ഞാൻ കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതിന് 10ഉം 20ഉം മാർക്കുമാണ് ഇനി വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കൂ. വെറും 200 രൂപയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ് നമ്മുടെ കേരള പുരസ്കാരങ്ങളാണ്. നമുക്കറിയാം പത്മശ്രീ, പത്മഭൂഷൺ പോലെ കേരള പുരസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം 2025 കേരള ജ്യോതി പുരസ്കാരം ജേതാവാരാണ്? ഡോക്ടർ MR രാഘവ വാര്യറാണ് കേട്ടോ. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഉന്നത പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം, കേരള പുരസ്കാരത്തിലെ. അപ്പം 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് ഡോക്ടർ MR രാഘവ വാര്യറാണ് കേട്ടോ. ഇദ്ദേഹം വിദ്യാഭ്യാസ ചരിത്ര ഗവേഷണ മേഖലകളിലെ മികച്ച സംഭാവനകൾ മുൻനിർത്തിയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി
കേരളപ്രഭ 2025 കേരളപ്രഭ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്നാമത്തെ ആള് PB അനീഷാണ്. PB അനീഷിന് കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് കാർഷിക മേഖലയിലെ സംഭാവനകൾക്കും. രണ്ടാമത്തെ ആള് രാജശ്രീ വാര്യർക്കാണ്. രാജശ്രീ വാര്യർക്ക് എന്ന് പറഞ്ഞാൽ കലാരംഗത്തെ നൃത്ത മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുമാണ് ലഭിച്ചത്. അപ്പൊ 2025 കേരളപ്രഭ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. PB അനീഷ് കാർഷിക മേഖല, രാജശ്രീ വാര്യർ കലാരംഗം കേട്ടോ. ഇനി ഏറ്റവും അവസാനത്തെ നമ്മുടെ 2025 കേരള ശ്രീ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. നോക്കാം. ഒന്നാമത്തെ ആള് ശശികുമാർ മാധ്യമ പ്രവർത്തനം. ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസ രംഗമാണ്. ഷഹൽ ഹസൻ മുസ്ലിയാർ നമ്മുടെ TKM കോളേജ് ഇല്ലേ, മുസ്ലിയാർ കോളേജൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ട്രസ്റ്റ് ചെയർമാനാണ് ഷഹൽ ഹസൻ മുസ്ലിയാർ കേട്ടോ. ഇനി മൂന്നാമത്തെ ആള് MK വിമൽ ഗോവിന്ദ് കേട്ടോ, സ്റ്റാർട്ടപ്പ് സാങ്കേതിക മേഖല വിഭാഗത്തിൽ നിന്നും. നാലാമത്തെ ആള് ജിലുമോൾ മാരിയറ്റ് തോമസ് സാമൂഹിക മേഖലകളിലെ പ്രവർത്തനം. അഞ്ചാമത്തെ ആള് അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമി കായിക രംഗമാണ്. ഇദ്ദേഹം ഒരു നാവികൻ കൂടിയാണ് അഭിലാഷ് ടോമി. അപ്പൊ നമുക്ക് കേരള പുരസ്കാരങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു പോവാം. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ. വിദ്യാഭ്യാസം, ചരിത്ര ഗവേഷണ മേഖലകളിലെ മികച്ച സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത പോയിന്റ്, 2025 കേരളപ്രഭ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. PB അനീഷ് കാർഷിക മേഖല, രാജശ്രീ വാര്യർ നൃത്ത മേഖലയിലാണ് കേട്ടോ, കലാരംഗം നൃത്ത മേഖല. 2025 കേരളശ്രീ പുരസ്കാരം 5 പേർക്ക് ലഭിച്ചു. ശശികുമാർ മാധ്യമ പ്രവർത്തനം, ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസ രംഗം, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് ഓർ സാങ്കേതിക മേഖല. നാലാമത്തെ ആളാണ് ജിലുമോൾ മാരിഡ് തോമസ് സാമൂഹ്യ മേഖലകളിലെ പ്രവർത്തനം. അഞ്ചാമത്തെ ആള് അഭിലാഷ് ടോമി കായിക രംഗം, നാവികൻ കൂടിയാണ് അഭിലാഷ് ടോമി. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരായിരുന്നു? നമുക്കറിയാം ടോട്ടൽ 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അത് ഈ വട്ടം 5 പേർക്ക് ലഭിച്ചത് 3 പേരും മലയാളികളാണ്. അപ്പൊ ആരൊക്കെയാണെന്ന് നോക്കാം. VS അച്യുതാനന്ദൻ. നമുക്കറിയാം VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള VS അച്യുതാനന്ദൻ. രണ്ടാമത്തെ ആള് KT തോമസിന് പൊതുപ്രവർത്തന മേഖലയിൽ നമ്മുടെ ജസ്റ്റിസ് KT തോമസ് ആണ്. KT തോമസിന് പൊതുപ്രവർത്തന മേഖല. മൂന്നാമത്തെ ആള് P നാരായണൻ സാഹിത്യം വിദ്യാഭ്യാസമാണ്. അപ്പൊ പഠിച്ചു വെക്കണം. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. ഇനി അടുത്ത പോയിന്റ്, 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? 2 പേരാണ്. വെള്ളാപ്പള്ളി നടേശൻ പൊതുപ്രവർത്തനവും മമ്മൂട്ടി കലാമേഖലയുമാണ് കേട്ടോ. അപ്പോൾ 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ 2 പേരാണുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ പൊതുപ്രവർത്തനം, മമ്മൂട്ടി കലാമേഖല സിനിമ നമുക്കറിയാലോ. ഇനി 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? 3 പേരാണ്. ആദ്യത്തെ ആള് AE മുത്തുനായകം ശാസ്ത്രമേഖലയും, രണ്ടാമത്തെ ആള് കലാമണ്ഡലം വിമലാമേനോൻ മോഹിനിയാട്ടം, മൂന്നാമത്തെ ആള് കൊല്ലക്കയിൽ ദേവകിയമ്മ പരിസ്ഥിതി പ്രവർത്തകയുമാണ്. അപ്പൊ പത്മശ്രീ 2026 നേടിയ മലയാളികൾ 3 പേരാണ്. AE മുത്തുനായകം ശാസ്ത്രമേഖലയും, കലാമണ്ഡലം വിമലാമേനോൻ മോഹിനിയാട്ടം, കൊല്ലക്കയിൽ ദേവകിയമ്മ പരിസ്ഥിതി പ്രവർത്തക. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോകും. 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നമുക്ക് നോക്കാം. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ് കേട്ടോ. P ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് കേട്ടോ. അപ്പൊ 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് കേട്ടോ. അപ്പൊ 2024 വരെയുള്ള സിനിമകളാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും 2025 നവംബർ മാസമാണ് പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പൊ 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. മികച്ച നടൻ മമ്മൂട്ടിയാണ്. ചിത്രം ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ്. കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞ ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് നമ്മുടെ മമ്മൂട്ടിക്ക് ഈ ഒരു മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി ഷംല ഹംസയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കേട്ടോ. മികച്ച നടിയാരാണ്? ഷംല ഹംസയാണ്. പുതുമുഖ നായികയായതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മികച്ച നടി ഷംല ഹംസയാണ്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരമാണ് കേട്ടോ. മികച്ച സംവിധായകൻ ചിദംബരമാണ്. ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ് കേട്ടോ. മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തും ചിദംബരമാണ്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. അതുപോലെ തന്നെ മികച്ച ജനപ്രിയ ചിത്രം പ്രേമലുവാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. 2025 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്, മികച്ച നടൻ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം, മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സംവിധായകൻ ചിദംബരമാണ്, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് പോവാം.
ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പോയിന്റ്, 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നമുക്ക് നോക്കാം. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം 12th ഫെയിൽ എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ. മികച്ച ചിത്രം 12th ഫെയിൽ ആണ്. മികച്ച നടൻ ഷാറൂഖ് ഖാൻ ആൻഡ് വിക്രാന്ത് മാസിയാണ് കേട്ടോ. രണ്ടുപേർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഷാറൂഖ് ഖാന് ജവാൻ എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിനും വിക്രാന്ത് മാസിക്ക് 12th ഫെയിൽ എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിനുമാണ്. ഇനി മികച്ച നടി റാണി മുഖർജിയാണ് കേട്ടോ. നോർവേ വെസസ് മിസസ് ചാറ്റർജി വെസസ് നോർവേ എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിലെ അഭിനയത്തിനാണ് നമ്മുടെ റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ ആണ് കേട്ടോ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ ആണ്. വിവാദമായിട്ടുള്ള ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ സംവിധായകനാണ് സുദീപ്തോ സെൻ കേട്ടോ. ഇനി മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? നമ്മുടെ വിജയരാഘവനാണ് കേട്ടോ. ചിത്രം പൂക്കാലമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? മലയാളി നടനാരാണ്? വിജയരാഘവനാണ്. ചിത്രം ഏതാണ്? പൂക്കാലമാണ്. ഇനി മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? മലയാളി നടി ആരാണ്? ഉർവശിയാണ്. ചിത്രം ഉള്ളൊഴുക്കാണ് കേട്ടോ. ഉള്ളൊഴുക്ക്. മികച്ച എഡിറ്റിംഗ് ചിത്ര സംയോജനം അഥവാ മികച്ച എഡിറ്റിങ്ങിനെയാണ് നമ്മൾ ചിത്ര സംയോജനം എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പം മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത് മലയാളിയായിട്ടുള്ള മിഥുൻ മുരളിയാണ്. ചിത്രം പൂക്കാലം എന്ന് പറഞ്ഞ ചിത്രമാണ്. ഇനി മികച്ച മലയാള ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയാണ്. സംവിധാനം ക്രിസ്റ്റോ ടോമിയാണ് കേട്ടോ. ക്രിസ്റ്റോ ടോമി. അപ്പൊ ഇത്ര ഒന്നുകൂടെ പറയാം. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം 12th ഫെയിൽ, മികച്ച നടൻ ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും, മികച്ച നടി റാണി മുഖർജി, മികച്ച സംവിധായകൻ സുദീപ്തോ സെന്, ചിത്രം ദ കേരള സ്റ്റോറി, മികച്ച സഹനടൻ വിജയരാഘവൻ, ചിത്രം പൂക്കാലം, മികച്ച സഹനടി ഉർവശി, ചിത്രം ഉള്ളൊഴുക്ക്, മികച്ച എഡിറ്റിംഗ് മലയാളിയായിട്ടുള്ള മിഥുൻ മുരളി, ചിത്രം പൂക്കാലം, മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയാണ്. അതിന്റെ സംവിധായകൻ ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കാം. 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഇനി അടുത്ത പോയിന്റ്, 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് കേട്ടോ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ഈ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയാണ് പോൾ തോമസ് ആൻഡേഴ്സൺ. ഇനി 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച നടൻ മൈക്കിൾ ബി ജോർദൻ ആണ് കേട്ടോ. മികച്ച നടൻ മൈക്കിൾ ബി ജോർദൻ ആണ്. ചിത്രം സിന്നേഴ്സ് ആണ്. മികച്ച നടി ആരാണ്? ജെസി ബക്ലി ആണ് കേട്ടോ. ജെസി ബക്ലി ആണ് മികച്ച നടിയായിട്ട് വരുന്നത്. ചിത്രം ഹാംനെറ്റ് എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2026 35ാമത് സരസ്വതി സമ്മാനത്തിന് അർഹനായ ബംഗാളി എഴുത്തുകാരൻ ആരാണ്? രാംകുമാർ മുഖോപാധ്യായാണ് കേട്ടോ. അപ്പൊ 2026 35ാമത് സരസ്വതി സമ്മാനത്തിന് അർഹനായ ബംഗാളി എഴുത്തുകാരൻ ആരാണ്? രാംകുമാർ മുഖോപാധ്യായാണ്. രാംകുമാർ മുഖോപാധ്യായ. 2025 യുണൈറ്റഡ് നേഷൻസിന്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയതാരാണ്? സുപ്രിയ സാഹു ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2025 യുണൈറ്റഡ് നേഷൻസിന്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയത് സുപ്രിയ സാഹു ആണ്. ഇനി 2025 യുണൈറ്റഡ് നേഷൻസിന്റെ യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയത് ജിനാലി മോദിയാണ്. രണ്ടും തമ്മിൽ തെറ്റിപ്പോരുത്. യുണൈറ്റഡ് നേഷൻസിന്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് 2025 നേടിയത് സുപ്രിയ സാഹു. 2025 യുണൈറ്റഡ് നേഷൻസിന്റെ യങ് ചാമ്പ്യൻസ്, നോട്ട് ചെയ്തോണേ, യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയത് ജിനാലി മോദിയുമാണ്. അടുത്ത പോയിന്റ്, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി സ്പിവാക് ആണ് കേട്ടോ. അപ്പൊ നോർവേയുടെ, കേട്ടോ നോട്ട് ചെയ്തോണേ, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി സ്പിവാക് ആണ്. അടുത്ത പോയിന്റ്, 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ്? ലാസ്ലോ ക്രിസ്നാഫോർക്കി ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരനാരാണ്? ലാസ്ലോ ക്രിസ്നാഫോർക്കെ. ഇനി അടുത്ത പോയിന്റ്, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ്? ഹാൻ കാങ് ആണ് കേട്ടോ.
പഠിച്ചു വെക്കണേ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻ കാങ്ങിനാണ്. അടുത്ത പോയിന്റ്, 2025 സമാധാന നോബൽ സമ്മാന ജേതാവാരാണ്? മരിയ കൊറീന മച്ചാഡോയാണ്. 2025 സമാധാന നോബൽ സമ്മാന ജേതാവാരാണ്? മരിയ കൊറീന മച്ചാഡോ ആണ്. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് മരിയ കൊറീന മച്ചാഡോ ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, 2024 സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നിഹോൻ ഹിഡാൻക്യു എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടനയ്ക്കാണ് കേട്ടോ. നമുക്കറിയാം ജാപ്പനീസ് സംഘടനയ്ക്കാണ്, യുദ്ധത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. 2024 സമാധാന നോബൽ സമ്മാന ജേതാവ് നിഹോൻ ഹിഡാൻക്യു എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടനയും 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് മരിയ കൊറീന മച്ചാഡോവുമാണ്. അവരാരാണ്? വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഭൗതിക ശാസ്ത്ര നോബൽ 2025 ലഭിച്ചത്, അതായത് 2025 ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലർക്ക്, മൈക്കിൾ എച്ച് ഡേവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. കണ്ടുപിടുത്തം എന്താണ്? വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും ഊർജ്ജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയാം. 2025 ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ് മേഖലയിലെ നോബൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. ജോൺ ക്ലർക്ക്, മൈക്കിൾ എച്ച് ഡേവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. കണ്ടുപിടുത്തം എന്താണ്? വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിന്റെയും ഊർജ്ജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത പോയിന്റ്, 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രാങ്കോവ്, ഫ്രെഡ് റാംസ്ഡെല്, ഷിമോൻ സഗാകുച്ചി കേട്ടോ. അപ്പൊ 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. മേരി ഇ ബ്രാങ്കോവ്, ഫ്രെഡ് റാംസ്ഡെല്, ഷിമോൻ സഗാകുച്ചി. കണ്ടുപിടുത്തം എന്താണ്? പരീതിയ പ്രതിരോധ ശേഷി, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് കേട്ടോ. പരീതിയ പ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങൾക്കാണ്, അതായത് രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന സംവിധാനത്തിലെ റെഗുലേറ്ററി ടി കോശങ്ങളുടെ കണ്ടുപിടുത്തത്തിനുമാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത് നോക്കാം. 2025 രസതന്ത്ര നോബലാണ്. 2025 രസതന്ത്രം അഥവാ കെമിസ്ട്രി വിഭാഗത്തിൽ നോബൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. സുസുമു കിട്ടോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗിയാണ് കേട്ടോ. കണ്ടുപിടുത്തം മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിന്. പഠിച്ചു വെക്കണേ. 2025 രസതന്ത്രം അഥവാ കെമിസ്ട്രി വിഭാഗത്തിലെ നോബൽ പുരസ്കാര ജേതാക്കള് 3 പേരാണ്. ആരൊക്കെയാണ്? സുസുമു കിട്ടോഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. കണ്ടുപിടുത്തം എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിന്. അടുത്ത പോയിന്റ്, 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ് കേട്ടോ. ആർക്കൊക്കെയാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് ആക്കിയോൺ, പീറ്റർ ഹോവിറ്റ് കേട്ടോ. ജോയൽ മോക്കിർ, ഫിലിപ്പ് ആക്കിയോൺ, പീറ്റർ ഹോവിറ്റ്. അതില് ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷനിലൂടെ അഥവാ സർഗാത്മക നശീകരണം സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് ഫിലിപ്പ് ആഗിയോണും പീറ്റർ ഹോവിറ്റിനും പുരസ്കാരം ലഭിച്ചത്. നവീകരണത്തിന് അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ജോയൽ മോഗറിന് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. ആരൊക്കെയാണ്? ജോയൽ മോഗിർ, ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹോവിറ്റ്. കണ്ടുപിടുത്തം എന്താന്ന് പറഞ്ഞാൽ ഫിലിപ്പ് ആഗിയോണിനും പീറ്റർ ഹോവിറ്റിനും ക്രിയേറ്റീവ് ഡിസ്ട്രാക്ഷനിലൂടെ അഥവാ സർഗാത്മക നശീകരണം സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിന് ആണ് എന്ന് ഉള്ള കണ്ടുപിടുത്തത്തിനാണ് ഫിലിപ്പ് ആഗിയോണിനും പീറ്റർ ഹോവിറ്റിനും പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്തയാൾ ആരാണ്? ജോയൽ മോഗറിനല്ലേ. ജോയൽ മോഗറിന് ഈ പുരസ്കാരം ലഭിക്കാൻ കാരണമായത് നവീകരണത്തിന് അധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പഠനത്തിനാണ് ജോയൽ മോഗറിന് പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ എന്താണ് പ്രധാനപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചു കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് 2, 3, 4, 5 മാർക്കേലും ഇനി വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അതോടൊപ്പം തന്നെ എല്ലാ കൂട്ടുകാരും ഒന്ന് ഹൈപ്പ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത്. അത് വളരെ ഒരു നിരാശാജനകമാണ്. അപ്പോൾ എല്ലാവരും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റ് ഇടാൻ പറ്റുന്നവരൊന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ഇടാനും ശ്രമിക്കണേ. അപ്പോൾ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.